പഹൽഗ്രാം ആക്രമണത്തിന് ഭീകരർക്കൊപ്പം ആക്രമണത്തിൽ ഭൂഗർഭ തൊഴിലാളികളുമുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത തന്നെയാണിതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഭീകരവാദത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യമില്ലെന്ന് തന്നെ വേണം പറയാൻ. അതിനുള്ള ഉദാഹരണങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സംഭവങ്ങളും. എന്തായാലും ആക്രമണം നടത്തിയ തീവ്രവാദികളെ കൈകാര്യം ചെയ്തവർ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണെന്നും NIA റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭ തൊഴിലാളികൾക്കായാണ് ഏറ്റവും വലിയ പങ്കെന്ന് NIA അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ജമ്മു കാശ്മീരിലെ അറിയപ്പെടുന്ന എല്ലാ ഭൂഗർഭ തൊഴിലാളികളുടെയും ഒരു പട്ടിക NIA തയ്യാറാക്കി അവർക്കെതിരെ ഭരണപരവും ജുഡീഷ്യൽ നടപടികളും സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. ഭീകര സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ ഭൂഗർഭ തൊഴിലാളികൾ. അവർ സായുധ ആക്രമണം നടത്തുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഭീകരർക്ക് താമസ സൗകര്യം ഒരുക്കുക, പണം നൽകുക, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക, പ്രദേശത്തു കൂടി അവരെ നയിക്കുക തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെ തീവ്രവാദികളെ പിന്തുണച്ച് ആക്രമണത്തിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കേസ് NIA ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള പ്രാരംഭ FIR-ൽ തീവ്രവാദികൾ അതിർത്തിക്കപ്പുറമുള്ള അവരുടെ അധികാരങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. NIA മേധാവി സദാനന്ദത്തയുടെ മേൽനോട്ടത്തിലാണ് NIA പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഉടൻ തന്നെ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും. NIA ഇതുവരെ 150ഓളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ആക്രമണം നടന്ന സ്ഥലത്തിന്റെ 3D മാപ്പിംഗ് നടത്തുകയും ചെയ്തിരുന്നു. 2008-ലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ അക്രമമായി കണക്കാക്കപ്പെടുന്ന പഹൽഗ്രാം ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഇതിനോടകം പ്രതിജ്ഞയെടുത്തിട്ടുമുണ്ട്. അതിനിടയിൽ യുദ്ധം പടിവാതിൽക്കിലെത്തിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ കനത്ത ജാഗ്രതയിലും ഭീതിയിലുമാണ് ഇപ്പോൾ ഉള്ളത്. ചെയ്യാൻ പറ്റുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുള്ള നെട്ടോട്ടത്തിലാണ് ആ രാജ്യം. അതിർത്തി വേഗമടച്ച് രാജ്യത്തെ സേഫ് ആക്കുന്ന ധൃതിയിൽ പാകിസ്ഥാൻ കൈയൊടിഞ്ഞിരിക്കുന്നത് സ്വന്തം പൗരന്മാരെയാണ്. അത് മറ്റൊരു രസകരമായ വസ്തുത തന്നെ. പാക് പൗരന്മാർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്ത്യ നീട്ടി നൽകിയിരുന്നുവെങ്കിലും പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചതായും സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്നുമാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വാർത്തകൾ. സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവരും തിരിച്ച് ഇന്ത്യയിലെത്തുന്നവരും ഉപയോഗിച്ചിരുന്ന പാതയാണ് പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ കൊട്ടിയടച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഡസൻ കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരാണ് നാട്ടിലേക്ക് മടങ്ങാനാകാതെ അട്ടാരിയിൽ തുടരുന്നത്. മെയ് 1-ന് അതിർത്തി അടയ്ക്കാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും മുൻ നിർദ്ദേശം പിൻവലിക്കുകയായിരുന്നു. പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന ഇന്ത്യൻ നിർദ്ദേശത്തിനു ശേഷം 911 പേർ ഇന്ത്യയിൽ ഇതുവരെ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്നാണ് കണക്കുകൾ. നേരത്തെ ഏപ്രിൽ 30-ന് അട്ടാര അതിർത്തി അടയ്ക്കുമെന്നും ഇതിനകം പാക് പൗരന്മാർ രാജ്യം വിടണമെന്നുമായിരുന്നു ഇന്ത്യ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സമയപരിധി ഉൾപ്പെടെയുള്ള നീട്ടിയെങ്കിലും അതിർത്തി തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പെരുവഴിയിലായ അവസ്ഥയിലാണ്. സ്വന്തം രാജ്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടേക്ക് പോകുമെന്നാണ് പാക് പൗരന്മാരുടെ ആശങ്ക. വിസ റദ്ദായതിനാൽ ഇന്ത്യയിൽ തിരികെ പ്രവേശിക്കാനും അവർക്കിനി സാധിക്കില്ല. സ്വന്തം പൗരന്മാരെ ശ്രദ്ധിക്കാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് പാകിസ്ഥാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നതാണ് വ്യക്തമാകാത്തത്. മറ്റ് രാജ്യങ്ങളിലൂടെ കപ്പൽ മാർഗം പാകിസ്ഥാനിലേക്ക് എത്തുന്ന ചരക്കു നീക്കത്തിന് വിലക്കിടാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം. അതോടൊപ്പം പോസ്റ്റൽ സർവീസും നിർത്താൻ നീക്കമുണ്ട്. നിലവിൽ ചെറിയ തോതിൽ ഇരു രാജ്യങ്ങളിലേക്കും കത്തിടപാടുകളും കൊറിയർ ഇടപാടുകളും ഉണ്ട്. നേരത്തെ മരുന്നടക്കം പാകിസ്ഥാനിലുള്ള കയറ്റുമതി നിർത്തുന്ന കാര്യവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നു. പക്ഷേ ആക്രമണത്തിൽ യാതൊരുതയും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യക്ക്. ഭീകരാക്രമണത്തിന്റെ ഭാഗമായ ഒരു അക്രമിയും വെറുതെ വിടലെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യയുടെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദത്തെ പിഴുതെറിയുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. അത് സർക്കാർ അതിവിജയകരമായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും.